Hi friends, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം നിരവധി തസ്തികകളിലായിട്ട് ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജലന്ധറാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീർച്ചയായും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ മുഖാന്തരം അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. NIT ജലന്ധറാണ് നോൺ ടീച്ചിങ് പോസ്റ്റിലേക്ക് ഏകദേശം 93 ഒഴിവുകളുമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 23 വേക്കൻസികളും അതിലേക്ക് സാലറി 35,400 മുതൽ 1,12,400 വരെ ആയിരിക്കും സാലറി. SAS അസിസ്റ്റന്റ് എന്ന് പറഞ്ഞത് ഒരു വേക്കൻസി, അതിലേക്കും സെയിം സാലറി തന്നെ വരുന്നത്. ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് 3 വേക്കൻസി വരുന്നത്. ടെക്നീഷ്യൻ തസ്തികയിലേക്ക് 26 വേക്കൻസി, 21,700 മുതൽ 69,100 വരെയായിരിക്കും സാലറി ലഭിക്കുക. സീനിയർ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് 8 വേക്കൻസിയാണ് വരുന്നത്. അതിലേക്ക് 25,500 മുതൽ 81,100 വരെയായിരിക്കും സാലറി. ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 13 വേക്കൻസി, 21,700 മുതൽ 69,100 വരെയായിരിക്കും സാലറി ലഭിക്കുക. സീനിയർ അസിസ്റ്റന്റ് 6 വേക്കൻസി, സ്റ്റെനോഗ്രാഫർ 2 വേക്കൻസി, സീനിയർ സ്റ്റെനോഗ്രാഫർ 2 വേക്കൻസി. ഓഫീസ് അറ്റൻഡൻറ്റ് 9 വേക്കൻസി, 18,000 മുതൽ 56,900 വരെയായിരിക്കും സാലറി ലഭിക്കുക. മൊത്തം 93 ഒഴിവുകളുമായിട്ടാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഓരോ തസ്തികയുടെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ജോബ് ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസായി ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 30 വയസ്സ്, ജൂനിയർ എഞ്ചിനീയർ അതുപോലെ SAS അസിസ്റ്റൻറ്റ്, ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് എന്നീ തസ്തികയിലേക്കൊക്കെ 30 വയസ്സാണ് വരുന്നത്. ടെക്നീഷ്യൻ അതുപോലെ ജൂനിയർ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സീനിയർ ടെക്നീഷ്യൻ, സീനിയർ അസിസ്റ്റൻറ്റ്, സീനിയർ സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് മാക്സിമം വരുന്നത് 33 വയസ്സായിരിക്കും ഏജ് ലിമിറ്റ്. മറ്റുള്ള ഏജ് റിലാക്സേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അതുപോലെ ജൂനിയർ എഞ്ചിനീയർ, SAS അസിസ്റ്റൻറ്റ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് എന്നീ തസ്തികയിലേക്കൊക്കെ അതത് മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയും അതുപോലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റിലേക്ക് വരുന്നത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ടെക്നീഷ്യൻ തസ്തികയിലേക്ക് +2 ഉണ്ടായിരിക്കാത്ത സയൻസ് ആണ് പറഞ്ഞത്. മിനിമം 60% സയൻസ് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ സീനിയർ ടെക്നീഷ്യൻ തസ്തികയിലേക്കും അതുപോലെ ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കും സീനിയർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് സ്റ്റെനോഗ്രാഫർ ഒക്കെ +2 യോഗ്യതയാണ്, മിനിമം +2 യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് ടൈപ്പിംഗ് സ്കില്ലും അറിഞ്ഞിരിക്കണം. ഓഫീസ് അറ്റൻഡൻറ്റ്, ലാബ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് +2 ഉണ്ടായിരിക്കാം. ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നിൻ്റെ ഒരു +2 ഉണ്ടായിരിക്കാം. ലാബ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് സയൻസ് ഉണ്ടായിരിക്കും, +2 സയൻസ് ഉണ്ടായിരിക്കും. അംഗീകൃത ബോർഡിൽ നിന്നും ഒരു സയൻസ് ഉണ്ടായിരുന്നാൽ മതി. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയായിരിക്കും. ജനറൽ, OBC, EWS കാറ്റഗറിക്ക് 500 രൂപയും. SC ST PWD കാൻഡിഡേറ്റ്സിന് അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സിന് ഈ ഒരു ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അവർക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്താൽ മാത്രം മതി, ഫീ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ആദ്യം അപ്ലൈ ചെയ്യണം. 2/10/2019 മുമ്പ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. www.nitj.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ആളുകൾ 9/10/2019 5 മണിക്ക് മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഡോക്യുമെൻ്റ്, അതൊക്കെ ആയിട്ട് നിങ്ങൾ 9/10/2019 മുമ്പ് ഇത് അവർക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും വേണം. ഇപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള അപ്ലൈ ചെയ്ത് ഓൺലൈനായി അപ്ലൈ ചെയ്ത് അപേക്ഷ അയക്കുന്നവർക്ക് മാത്രമായിരിക്കും എക്സാമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിന് ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ച് നോക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയും ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ ഡെയിലി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.